السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് ഇനിയും പറയുകയാണ്, അയ്യുഹൽ വലദു, ഓ മോനെ, ينبغي لك أن يكون قولك وفعلك موافقا للشرع. നിന്റെ വാക്കും പ്രവർത്തനവും ഇസ്ലാമിക നിയമങ്ങളോട് യോജിച്ചുകൊണ്ടാവൽ അനിവാര്യമാണ്. കാരണം ഇതിൽ ഇൽമു വൽ അമലു, അറിവും പ്രവർത്തനവും, ബിൽ ഇഖ്തിദാഇ ശർഇ, ഇസ്ലാമിക നിയമങ്ങളോട് പിന്തുടരാതെയുള്ള അറിവും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഒക്കെ ലലാലത്തുൻ, അത് വഴികേടാകുന്നു. വയംബഗിലക, നിനക്ക് അനിവാര്യമാണ്, അല്ലാ തഗ്തറ ബിശതഹി സൂഫിയത്തി വതഅമ്മാതിഹിം, സൂഫിയാക്കളായിട്ടുള്ള ആളുകളുടെ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളിൽ നീ വഞ്ചിതനാകാൻ പാടില്ല. ഷതഹച്ചാൽ ഈ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലർ ജദ്ബിന്റെ ഹാലുള്ള അവസ്ഥയിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായുള്ള അടുപ്പത്തിന് ശ്രമിക്കുന്നതിനിടയിൽ അതിൽ ലയിച്ചപ്പോൾ അവർക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അവര് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. കാരണം അവർ വേറൊരു ലോകത്താണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയായ വിശേഷ ബുദ്ധി നിലനിൽക്കാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതിനൊന്നും അവർ കുറ്റക്കാരല്ല. കാരണം ശറഇന്റെ നിയമം അവർക്ക് ബാധകമല്ല. ശറഇന്റെ കൽപ്പനകൾ ബാധകമാകുന്നത് ആർക്കാ? പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ആളുകൾക്കാണ്. അപ്പൊ ബുദ്ധിയില്ലാത്ത ആളുകളാണ് അവര്. പക്ഷെ ആ ബുദ്ധിയില്ലായ്മയുടെ കാരണം ഒരു മോശമായ കാരണമല്ലാന്ന് മാത്രം. അതുകൊണ്ട് അവർ മഹാന്മാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ശറഇന്റെ കൽപ്പനക്ക് വിരുദ്ധമായ ചില സംഗതികളൊക്കെ നീ കണ്ടെന്നു വരാം. അത് കണ്ടാൽ അവര് മഹാനല്ലേ, അദ്ദേഹം അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തുകൂടെ എന്നൊന്നും നീ ചിന്തിക്കാൻ പാടില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മജ്ദൂബായ ഒരു വലിയ ചിലപ്പോ റമദാന്റെ പകലില് ചായ കുടിക്കണത് നമ്മൾ കണ്ടാൽ, മൂപ്പര് കുടിച്ചില്ലേ നമ്മക്കും കുടിച്ചൂടെ എന്ന് പറഞ്ഞൂടാ. കാരണം എന്താ? അദ്ദേഹത്തിന്റെ നിയമമല്ല നമ്മുടെ നിയമം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ശറഇന്റെ നിയമം ബാധകമല്ല. അതുകൊണ്ട് അയാൾ നിസ്കരിക്കാത്തതിനോ നോമ്പെടുക്കാത്തതിനോ ഇനി വല്ലതും ചെയ്താൽ അതിനൊന്നും അയാൾ കുറ്റവാളിയല്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയല്ല, നമുക്ക് വിശേഷ ബുദ്ധി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മജ്ദൂബായ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലർ ചിലപ്പോൾ നിസ്കരിക്കാതെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ നിസ്കരിക്കണില്ലല്ലോ, ഞാനും നിസ്കരിക്കേണ്ടതില്ല എന്ന് ബുദ്ധിക്ക് തകരാറൊന്നുമില്ലാത്തവൻ പറയാൻ പാടില്ല. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ചില ആളുകളുടെ അതിരുവിട്ട ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അത് പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തസവുഫ് എന്താന്ന് ശരിക്കും സമൂഹത്തിന് നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മഹാൻ. അദ്ദേഹം തന്റെ ശിഷ്യന് നൽകുന്ന വിലപ്പെട്ട ഉപദേശത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വയംബഗി ലക അല്ലാ തഗ്തറ ബിശതഹി സൂഫിയ, സൂഫിയാക്കളിൽ നിന്നുണ്ടാകുന്ന അബദ്ധങ്ങളിൽ നീ വഞ്ചിതനാവരുത്. അഥവാ അത് നീ ഒരു നിയമമായി കണ്ട് നീ അത് ഫോളോ ചെയ്യാൻ പാടില്ല. അവർ അത് ചെയ്തതിന്റെ പേരിൽ കുറ്റക്കാരാവില്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. അതേസമയത്ത് ബുദ്ധിയുള്ള നീ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നീ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. അതേപോലെ തഅമ്മാതിഹിം, അവരുടെ ചില അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾ അവർ കാട്ടുണ്ടാവാം. അതിൽ പ്രത്യേകമായിട്ടുള്ള ഫായിദൊന്നുമില്ലാത്ത സംഗതികൾ. തഅമ്മാതിച്ചാൽ ഉമൂറുൽ ഗരീബത്തുല്ലത്തി തസ്ദൂറു മിന സൂഫിയ്യത്തി അല്ലത്തി ലാ ഫായിദത ഫീഹ. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിലുള്ളവരാണ് അവർ. അപ്പൊ അവര് കാട്ടിക്കൂട്ടുന്നതിൽ വഞ്ചിതനായിട്ട് നീയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോ വസ്ത്രം ധരിക്കുന്നിടത്ത് അവർക്കൊരു ശുഷ്കാന്തി ഇല്ലാതെ പോയിട്ടുണ്ടാകാം, പക്ഷെ നിനക്കത് ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം ലിഅന്ന സുലൂക ഹാദ ത്വരീഖി, ഈ മാർഗത്തിൽ ആത്മീയ വഴിയിൽ പ്രവേശിക്കൽ യകൂനു ബിൽ മുജാഹദത്തി, അത് ശക്തമായിട്ടുള്ള സമരം കൊണ്ടാണ്. വഖതഇ ശഹവത്തിൻ നഫ്സി, ശരീരത്തിന്റെ വികാരങ്ങളെ മുറിച്ചുകളയലുകൊണ്ടുമാണ്. വഖത്ലി ഹവാഹ, ശരീരത്തിന്റെ ഇച്ഛകളെ കൊന്നുകൊണ്ടുമാണ്. ബിസൈഫിർ റിയാള, റിയാള എന്ന് പറയുന്ന വാളുകൊണ്ട്.
എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആരാധനകളും ഇബാദത്തുകളും അതൊക്കെ സമയം തെറ്റാതെ കൃത്യമായി അല്പം പോലും ആ വിഷയത്തിൽ നിനക്ക് അബദ്ധം പറ്റാത്ത വിധത്തിൽ നിർവഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് പ്രയാസം തോന്നിയേക്കാം. ആ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് അതേപോലെ തന്നെ തിന്മയിലേക്ക് പോകാൻ നിന്റെ മനസ്സ് നിന്റെ ശരീരം നിന്നെ ക്ഷണിക്കുമ്പോൾ അതിലേക്ക് പോകാതെ നീ ആ രംഗത്ത് ശക്തമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന ആ മുജാഹദ കൊണ്ടാണ് നീ ഈ ആത്മീയ വഴിയിൽ പ്രവേശിക്കേണ്ടത്. അല്ലാതെ ലാബി താമ്മാത്തി വത്തൊറഹാത്തി, മറിച്ച് അതൊന്നുമില്ലാതെ നീ എന്തൊക്കെയോ ഒരു ഫലമില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് ആ കോപ്രായങ്ങളോ അതേപോലെ തന്നെ ഒരു കാര്യവുമില്ലാത്ത വാചകങ്ങളോ അതുകൊണ്ടല്ല നീ ഈ മാർഗത്തിൽ പ്രവേശിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമകാലിക സമൂഹത്തിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്ക് ജദ്ബ് എന്നൊരവസ്ഥ അവർക്ക് വരാറുണ്ട്. അഥവാ ഹക്കിൽ ലയിച്ച് അള്ളാഹുവിൽ ലയിച്ച് ഹൽക്കുമായി തഅല്ലുഖില്ലാത്ത സൃഷ്ടികളുമായി ബന്ധമില്ലാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിലെത്തുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തുമ്പോഴും ആത്മീയമായ വഴിയിൽ ശരിക്ക് ഒന്ന് ഉന്നതിയിലെത്തിയ ആളുകളാണെങ്കിൽ അവർ ബാലൻസ് തെറ്റാതെ അവരെ അള്ളാഹുവോടുള്ള കടമകളൊക്കെ പാലിക്കുന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. പക്ഷെ ചിലർക്ക് ബാലൻസ് തെറ്റിപ്പോവും. അള്ളാഹ് എന്ന ചിന്തയിൽ അവര് ഭ്രമിച്ചു പോയപ്പോ അവർക്ക് മറ്റൊന്നും അറിയാണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടത്തരം ചോദ്യം ചിലപ്പോൾ വിധേയികൾ ചോദിക്കാറുണ്ടായി, ചോദിക്കേണ്ടയില്ല. എന്ത്, അള്ളാഹുൽ ഏറ്റവും ലയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, എന്നിട്ട് ആ റസൂലുള്ളാഹിക്ക് ജദ്ബുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കേണ്ട. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പൂർണ്ണതയിലെത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ആ ലയിക്കുന്ന സമയത്ത് തന്നെയും അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി കൊണ്ടുപോകാനുള്ള അവസരം കിട്ടുമ്പോൾ അവർ പൂർണ്ണന്മാരാണ്. ആ സമയത്ത് മജ്ദൂബുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര തന്നെ എന്തുണ്ടാവില്ല, ആ രംഗത്ത് പൂർണ്ണത കുറവായിരിക്കും. പക്ഷെ അവർക്ക് കുറ്റല്ല. പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരുടെ മാർഗം പിന്തുടരാൻ പാടില്ല. കാരണം നമ്മൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെയാണ് ഈ മാർഗത്തിൽ പ്രവേശിക്കേണ്ടത് എന്നിവ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. വയലം മോനെ, നീ മനസ്സിലാക്കണം, അന്നൽ ലിസാനിൽ മുത്ലഖ, അഴിച്ചുവിടപ്പെട്ട നാവ്, വൽ ഖൽബൽ മുത്ബഖ, നന്മ കേറാത്ത വിധത്തിൽ മൂടിയിടപ്പെട്ട ഹൃദയവും, അൽ മംലു ബിൽ ഗഫലത്തി വശഹവത്തി, അശ്രദ്ധ കൊണ്ടും അതേപോലെ തന്നെ വൈകാരികമായ അഭിനിവേശം കൊണ്ടും നിറക്കപ്പെട്ടിട്ടുള്ള ആ മനസ്സും അത് അലാമത്തു ശഖാവ, അത് പരാജയത്തിന്റെ ലക്ഷണമാകുന്നു. ഹത്താല തഖ്തുലൻ നഫ്സ ബിസിദ്ഖിൽ മുജാഹദത്തി, നീ നിന്റെ ഹൃദയത്തെ അതേപോലെ തന്നെ നിന്റെ ജീവിതത്തെ നിന്റെ ശരീരത്തെ ഒക്കെ ശക്തമായിട്ടുള്ള ആ മുജാഹദ എന്ന് പറയുന്ന അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ശരിയായ വിധത്തിൽ പാലിക്കുമെന്ന ആ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൊണ്ട് നീ നിന്റെ മനസ്സിന്റെ വൈകാരികമായ അഭിനിവേശത്തെ കൊല്ലുന്നതുവരെ നിനക്കൊരിക്കലും തന്നെ ആ റൂട്ടിൽ ലയ്യഹ്യാ കൽബുക, നിന്റെ മനസ്സ് ജീവനുള്ളതാവുകയില്ല. ബിഅൻവാരിൽ മഅരിഫത്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവെന്ന പ്രകാശം കൊണ്ട് നിന്റെ ഹൃദയം ജീവസുറ്റതാവില്ല. അപ്പൊ നിന്റെ മനസ്സ് ജീവസുറ്റതായി അള്ളാഹുവിന്റെ മഅരിഫത്തിലേക്ക് നിനക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നീ നിന്റെ ശരീരത്തെ ശരിക്കും മെരുക്കിയെടുക്കണം. അതുവരെ നിനക്കത് സാധിക്കില്ല. അതിനെന്ത് വേണം? അതിന് നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ നാവിനെ നീ അഴിച്ചുവിടരുത്. വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന പോലെ വിളിച്ചു പറയുന്ന ശൈലി നിനക്കുണ്ടായിക്കൂടാ. നീ പറയുന്ന ഓരോ വാക്കും അത് എന്റെ ജീവിതത്തിൽ എന്റെ ആത്മീയതയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ശുഷ്കാന്തിയോടെ സൂക്ഷ്മതയോടെ ആയിരിക്കണം പറയേണ്ടത്. അതേപോലെ നന്മ കടക്കാത്ത, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത മൂടിയിടപ്പെട്ട ഹൃദയമാണ് നിനക്കുള്ളതെങ്കിൽ ഒരിക്കലും തന്നെ നിനക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. വയലം, നീ മനസ്സിലാക്കണം, അന്നവാല മസായിലിക്ക, നിന്റെ ചില ചോദ്യങ്ങൾ അല്ലത്തി സഅൽ തനിയാൻഹ, അത് സംബന്ധമായി താൻ എന്നോട് ചോദിച്ചല്ലോ, ലാ യസ്തഖിമു ജവാബുഹ, അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ബിൽ കിതാബത്തി വൽ ഖൗലി, എഴുത്തിലൂടെയോ വാക്കിലൂടെയോ മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇൻ തബ്ലുഗു തിൽകൽ ഹാല തഅരിഫു മാഹിയ, ആ അവസ്ഥയിലേക്ക് നീ എത്തുമ്പോൾ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവും. വയില്ല, അത് അവിടേക്ക് എത്താത്ത കാലത്തോളം ഫൈൽ മുഹാവിൽ മുസ്തഹിലാത്തി, അതിനെ സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരൽ അസംഭവ്യമാണ്. ലഅന്നഹ ദൗഖിയത്തുൻ, അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. വകുല്ലുമായ കൂനു ദൗഖിയൻ, അനുഭവഭേദ്യമായി കിട്ടേണ്ട എല്ലാ സംഗതികളും ലാ യസ്തഖിമു വസ്ഫുഹു ബിൽ ഖൗലി, അത് വാചകത്താൽ വിശദീകരിക്കുന്നത് ശരിയാവുന്ന നിലപാടല്ല. കഹലാവത്തിൽ ഹുൽവി വ മറാറത്തിൽ മുർരി, മധുരത്തിന്റെ മാധുര്യം
അതേപോലെ തന്നെ കയ്പ് എന്ന് പറയുന്ന സംഗതി അത് നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതല്ല, അത് അനുഭവിക്കേണ്ടതല്ല. ആ തുയറഫുല്ല ബിദ്ദൗഖി, അത് അനുഭവിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. പഞ്ചസാരക്ക് മധുരമുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മധുരം എന്നത് വിശദീകരിക്കാൻ കഴിയില്ല. ആട്ടങ്ങൾക്ക് കയ്പുണ്ടെന്ന് പറയുമ്പോൾ കയ്പ് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല, അത് അനുഭവിച്ച് മനസ്സിലാക്കണം. കമാഹുക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ ഇന്നീനൻ ഒരു ലൈംഗിക ശേഷിയില്ലാത്ത ഒരാൾ കതബ ഇലാ സാഹിബിൻ ലഹു, തന്റെ ഒരു കൂട്ടുകാരനെ എഴുതുന്നു അദ്ദേഹം, അൻ അരിഫിനി ലദ്ദത്തുൽ മുജാമഅത്തി കൈഫ തകൂൻ, എങ്ങനെയാണ് സംയോഗത്തിന്റെ രസം എന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം, പരിചയപ്പെടുത്തി തരണമെന്ന് അദ്ദേഹം എഴുതിയപ്പോൾ ഈ കൂട്ടുകാരൻ ഫകതബ ലഹു ഫി ജവാബിഹി, അതിന്റെ മറുപടിയിൽ കൂട്ടുകാരൻ എഴുതിയ ഫുലാൻ, ഓ മനുഷ്യ, ഇന്നി കുന്തു ഹസിബുത്തുക ഇന്നീനൻ ഫഖത്ത്, നിനക്ക് ലൈംഗിക ശേഷി ഇല്ലാത്തൊരു ഷണ്ടനാണ് നീ എന്ന് മാത്രമേ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നുള്ളൂ. എന്നാൽ അൽ ആന, ഇപ്പോൾ അറഫ്തു, എനിക്ക് മനസ്സിലായി, അന്നക ഇന്നീനുൻ വഹമഖു, നീ ആ ഷണ്ടനാന്ന് മാത്രമല്ല അതോടൊപ്പം പൊട്ടനും കൂടെയാണെന്ന് മനസ്സിലായി. കാരണം എന്താ, ലിഅന്ന ഹാദിഹി ലദ്ദത ദൗഖിയ, ഈ സുഖം, ഈ രസം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇൻ തസിൽ ഇലൈഹ താരിഫ്, ആ അനുഭവം നിന്നിലേക്ക് എത്തിയാൽ നിനക്കത് മനസ്സിലാകും. വയില്ല, അല്ലെങ്കിൽ ലാ യസ്തഖീമു വസ്ഫുഹാ ബിൽ ഖൗലി വൽ കിതാബ, എഴുത്തുകൊണ്ടോ വാചകം കൊണ്ടോ അത് വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ വർണ്ണിക്കാനോ സാധിക്കില്ല. അപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യൻ ചോദിച്ച ചില, അതായത് ആത്മീയ വഴിയിലൊക്കെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോണ്ടാവുന്ന അതിന്റെ അവസ്ഥകൾ, മാരിഫത്തിന്റെ രസം, അതേപോലെ തന്നെ കശ്ഫ് കറാമത്തിന്റെ ശൈലികൾ, അതേക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചില ചോദ്യത്തിനുള്ള മറുപടിയിലാണ് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് നീ എത്തണം. ആ സ്ഥാനത്തേക്ക് എത്താൻ നിനക്ക് വേണ്ടത് എന്താ, ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെ അപ്പടി അനുസരിക്കുക എന്നതിന് പകരം നീ ശക്തമായ മുജാഹദയിലേക്ക് നീ നീങ്ങണം. നിന്റെ മനസ്സിനെയും ശരീരത്തെയും അരുതായ്മകളിൽ നിന്ന് ശരിയായ വിധത്തിൽ സ്ഫുടം ചെയ്തെടുത്ത് അതിനാവശ്യമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ വിധിവിലക്കുകളും പാലിച്ച് നിന്റെ നാവും മനസ്സുമൊക്കെ അല്ലാഹു തആല നിർദ്ദേശിക്കുന്ന വിധത്തിൽ നന്മയിലായി ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നിനക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലാതെ ഈ ആത്മീയമായ ഔന്നിത്യത്തിന്റെ വഴികളൊന്നും വാചികമായി പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാണ് ഉണർത്തുന്നത്. അല്ലാഹു നമുക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.